നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-ന്, രണ്ടാം ഘട്ടം ഡിസംബർ 11-ന്, വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 2 വർഷത്തേക്കാണ് നിയമനം. വെള്ളിയാഴ്ച ഉത്തരവ് പ്രാബല്യത്തിൽ വരും. കുണ്ടറ പെരുമ്പുഴയിൽ 3 പേർക്ക് വെട്ടേറ്റു. പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു ആക്രമണം. ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ അക്രമി സംഘമാണ് യുവാക്കളെ വെട്ടിയത്. കൊല്ലം ചെങ്കോട്ട വഴി മഹാരാഷ്ട്രയിലേക്ക് ട്രെയിൻ. ഹുസൂർ സാഹിബ് നന്ദേഡ് കൊല്ലം ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത്. തമിഴ്നാട്ടിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രയോജനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-ന്, രണ്ടാം ഘട്ടം ഡിസംബർ 11-ന്, വോട്ടെണ്ണൽ ഡിസംബർ 13-ന്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായി നടക്കും. ഡിസംബർ 9, 11 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ആകെ 1200 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. 23,612 വാർഡുകളും ഉണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. ഇത്തവണ 2 ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 7 ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ 2025 ഡിസംബർ 9 ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ്. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. കഴിഞ്ഞ തവണ 3 ഘട്ടമായിരുന്നു തെരഞ്ഞെടുപ്പ്. 941 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 6 കോർപ്പറേഷനുകളിലേക്കും 87 നഗരസഭകളിലേക്കും 14 ജില്ലാ പഞ്ചായത്തുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 9-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും. തൃശൂർ, വയനാട്, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ 11-നാണ് രണ്ടാം ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 14-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി നവംബർ 21-ആണ്. സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. പത്രിക നവംബർ 24 വരെ പിൻവലിക്കാം. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. പ്രചാരണത്തിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം ഉറപ്പാക്കുകയും വേണം. വോട്ടെടുപ്പ് ദിവസം രാവിലെ 6 മണിക്ക് അതാത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് മോക്ക് പോൾ നടത്തും. വോട്ടെടുപ്പ് രാവിലെ 7 മണിക്ക് ആരംഭിക്കും. വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ്. പോളിംഗ് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 1 മണിക്കൂർ മോക്ക് പോൾ നടത്തുന്നതിന് വേണ്ടി രാവിലെ 6 മണി മുതൽ തന്നെ മോക്ക് പോളിനുള്ള സംവിധാനം എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടാകും. വോട്ടർമാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിനാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളായ ഇലക്ട്രിസിറ്റി, കുടിവെള്ളം, റാമ്പ്, സുഗമമായ വോട്ടിങ്ങിനും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യം എന്നിവ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഏർപ്പെടുത്തും. വോട്ട് ചെയ്യുന്നതിന് ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും 6 മാസത്തിന് മുമ്പ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ്
ഇത് കൂടാതെ കമ്മീഷൻ വോട്ടെടുപ്പിന് മുമ്പായി നൽകുന്ന നിർദ്ദേശപ്രകാരമുള്ള തിരിച്ചറിയൽ രേഖയും പോളിംഗിന് വരുന്ന സമയത്ത് വോട്ടർമാർക്ക് ഹാജരാക്കാവുന്നതാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള മുഴുവൻ പേരും പോളിംഗ് സ്റ്റേഷനിലെത്തി അവരുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്നാണ് കമ്മീഷൻ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്തിൽ 25,000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിൽ 75,000 രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ 1.5 ലക്ഷം രൂപയും പരമാവധി വിനിയോഗിക്കാം. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. 12,035 സംവരണ വാർഡുകളാണ് ഇത്തവണയുള്ളത്. പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. മാതൃകാ പെരുമാറ്റച്ചട്ടം മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ന്യൂസ് ഡെസ്ക്. 4 വയസ്സുള്ള മകനുമായി സ്വകാര്യ ബസിന് മുന്നിൽ ചാടി പിതാവിന്റെ ആത്മഹത്യാശ്രമം. ബസ് ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടലിൽ 2 പേരും രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ അടൂരിലായിരുന്നു സംഭവം. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. റോഡരികിലൂടെ കുട്ടിയുമായി വന്നയാളാണ് പെട്ടെന്ന് റോഡിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി ബസിന് മുന്നിലേക്ക് ചാടിയത്. അടൂർ ചവറ റൂട്ടിൽ സർവീസ് നടത്തുന്ന അശ്വിൻ എന്ന ബസിന്റെ മുന്നിലേക്ക് ചാടിയായിരുന്നു ആത്മഹത്യാശ്രമം. ബസ് ഡ്രൈവർ ബി ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ ബ്രേക്കിട്ട് ബസ് നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവം കണ്ട് ആളുകൾ ഓടിക്കൂടിയതോടെ ഇയാൾ കുട്ടിയും എടുത്ത് റോഡിൽ നിന്ന് എഴുന്നേൽക്കുകയും ഓടിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെ നാട്ടുകാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇരുവരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കുട്ടിയെ പിടിച്ച ഒരാൾ വരുന്നത് കണ്ടിരുന്നതായി ബസ് ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വണ്ടി അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് അയാൾ മുന്നിലേക്ക് ചാടി. അപ്പോൾ തന്നെ ബ്രേക്ക് ചവിട്ടി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിയുമായി ആത്മഹത്യാശ്രമം നടത്തിയ 45-കാരൻ നൂറനാട് ആദിക്കാട്ടുകുളങ്ങര സ്വദേശിയാണെന്നാണ് പോലീസിൽ നിന്നുള്ള വിവരം. ഭാര്യയ്ക്കും മകനുമൊപ്പം തിങ്കളാഴ്ച രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ എത്തിയതാണെന്നും എന്നാൽ ആശുപത്രിയിൽ വെച്ച് ഭാര്യയെ കാണാതായെന്നും ഇതിന്റെ വിഭ്രാന്തിയിലാണ് മകനുമായി ബസിന് മുന്നിലേക്ക് ചാടിയതെന്നുമാണ് 45-കാരന്റെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് ബ്യൂറോ, അടൂർ. പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞ താമരക്കുളം സ്വദേശിക്ക് കൃഷിയിലും നേട്ടം. പപ്പായ കൃഷിയിലാണ് ഇദ്ദേഹം വിജയം കൈവരിച്ചത്. ഇതോടൊപ്പം മറ്റ് കൃഷികളും നടത്തുന്നുണ്ട്. താമരക്കുളം പച്ചക്കാട് സ്വദേശി വി ഷാജിമോനാണ് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. താമരക്കുളം പച്ചക്കാട് കൈലാസത്തിൽ വി ഷാജിമോനാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ കൃഷിയിലേക്ക് തിരിഞ്ഞത്. പ്രധാനമായും പപ്പായയാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. വാഴ, പയർ, പാവൽ, കുക്കുംബർ, വെള്ളരി, മരച്ചീനി, കോവൽ, ഫാഷൻ ഫ്രൂട്ട്, ചേന, ചേമ്പ് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. 1 ഏക്കർ സ്ഥലത്ത് ഇദ്ദേഹം നട്ട പപ്പായ വിളവെടുപ്പിന് പാകമായി. എല്ലാവിധ പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഓമയുടെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയതും. അങ്ങനെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട ഓമയാണ് ഏകദേശം ഇപ്പം നിലവിൽ 1/2 ഏക്കറോളം. അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്. നമ്മൾ ഈ കൃഷിഭവൻ്റെ വിപണിയും BFCKയുടെ വിപണിയാണ് പ്രധാനമായിട്ടും വിപണനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഏകദേശം 50 രൂപ കിലോ വില. സീസണിൽ 90 രൂപയോളം വരുന്നുണ്ട്. കുറഞ്ഞു കഴിഞ്ഞാൽ 30-ൽ താഴെ ഇതുവരെ പോയിട്ടില്ല. ആഴ്ചയിൽ 4 തവണയാണ് വിളവെടുപ്പ്. ഓരോ വിളവെടുപ്പിലും 80 കിലോ പപ്പായ വീതം ലഭിക്കുന്നുണ്ട്. താമരക്കുളം VFPCK, താമരക്കുളം മാർക്കറ്റിലെ വിപണി, നൂറിനാട് VFPCK, ശൂരനാട് കൃഷിഭവൻ വിപണി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇവ കച്ചവടം ചെയ്യുന്നത്. ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായയാണ് കൃഷി ചെയ്യുന്നത്. ഈ ഓമ കൂടുതലായിട്ട് ആവശ്യക്കാരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പനി സീസണുകൾ, ആ സമയത്ത് നമ്മുടെ ഈ ബ്ലഡിൻ്റെ കൗണ്ട് കുറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൗണ്ട് കറക്റ്റാവും. ആ ഒരു ഉപയോഗത്തിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മറ്റു ചില രോഗങ്ങളുള്ള വ്യക്തികളും ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിപണികളാണ് ഉദ്ദേശിക്കുന്നത്. VFCK വിപണിയുണ്ട്, കൃഷിഭവൻ്റെ വിപണിയുണ്ട്. പിന്നെ വിപണനത്തിന് നിലവിൽ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ജൈവ വളങ്ങളാണ്. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹായവും നിർദ്ദേശവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അമ്മ ഇന്ദിരയുടെയും ഭാര്യ ധന്യയുടെയും പൂർണ്ണ സഹകരണം കൃഷിയിൽ ഷാജിക്കുണ്ട്. താമരക്കുളം കൃഷിഭവന്റെ യുവ കർഷക പുരസ്കാരം ഉൾപ്പെടെ ഷാജി നേടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷം ആദ്യം മത്സ്യകൃഷിയും കൂടാതെ പച്ചക്കൃഷി തുടങ്ങി. മത്സ്യകൃഷി ഏകദേശം 5 വർഷത്തോളം വയ്യാങ്കടച്ചിറയിൽ നടത്തി. അത് വിജയകരമായിരുന്നു. അത് സംസ്ഥാന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മത്സ്യകൃഷിയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കരിപ്രയിൽ ഷീ വർക്ക് സ്പേസ് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. IT അനുബന്ധ സാങ്കേതിക മേഖലകളിലെ 300ഓളം സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പൊതുസ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് ഷീ വർക്ക് സ്പേസ്.
വിവിധ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കരീപ്രയിൽ ടെൻഡർ പൂർത്തിയായ 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത്. കുടിക്കോട് മജിസ്ട്രേറ്റ് മുക്ക് റോഡിന് 60 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പാറക്കെട്ട് മുളവൂർ അരിയം താഴക്കാട് റോഡ് മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയായ CMLRPയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത്. 1000 കോടി രൂപയ്ക്കാണ് സംസ്ഥാനത്തെ ഗ്രാമീണ റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നത്. കരീപ്ര പഞ്ചായത്തിൽ നിലവിൽ 10 റോഡുകളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മറ്റു റോഡുകളും നവീകരിക്കും. ഫണ്ട് ലഭ്യമാക്കാൻ പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ PWD അങ്ങനെയുള്ള ഫണ്ട് എടുത്തല്ല ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു മാർക്കറ്റും അത് 5 കോടിയിലധികം രൂപ വന്ന ആ മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സമിതിയാണ്. അവരുടെ പ്രവർത്തനങ്ങളുടെ വിജയം കൂടിയാണ് ഈ നടന്ന കാര്യങ്ങൾ. ഞങ്ങളൊക്കെ അവരുടെയും കൂടി പരസ്പരം സഹകരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനം നേരാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിർമ്മാണ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. കരീപ്രയിൽ 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന അറക്കടവ് പാലം സാധ്യമായി. കരീപ്രയെ വെളിയവുമായി ബന്ധിപ്പിക്കുന്ന കൽച്ചിറ പാലം ഉടൻ വരും. കരീപ്ര ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SS സുവിധ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, കുടിക്കോട് പഞ്ചായത്ത് അംഗം R ഗീതാകുമാരി, മുൻ പഞ്ചായത്ത് അംഗം R മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചവറ ശങ്കരമംഗലത്തെ അടിപ്പാത തുറന്നു നൽകണമെന്ന് ആവശ്യം. അടിപ്പാത പൂർത്തിയായിട്ട് 2 വർഷത്തോളമായി. ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം 11-ന് ആരംഭിക്കുമ്പോൾ കുട്ടികൾക്കുൾപ്പെടെ വേഗത്തിലും സുരക്ഷിതമായും യാത്ര ചെയ്യാൻ അടിപ്പാത തുറന്നു നൽകുന്നതിലൂടെ സാധിക്കും. ശങ്കരമംഗലത്തെ അടിപ്പാത തുറന്നു നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കോടതികൾ, മിനി സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ആരാധനാലയങ്ങൾ, പോസ്റ്റ് ഓഫീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, KMML, MS യൂണിറ്റ്, പോഞ്ച് യൂണിറ്റ് തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിരവധി പേരാണ് ദിവസവും വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നത്. അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും തുറന്നു നൽകാൻ നടപടിയില്ല. ഈ മാസം 11 മുതൽ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനും തുടക്കമാവുകയാണ്. കലോത്സവത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ വേഗത്തിൽ സ്കൂളിലേക്ക് എത്താനും സുരക്ഷിതമായി യാത്ര ചെയ്യാനും അടിപ്പാത തുറന്നു നൽകേണ്ടത് അനിവാര്യമാണ്. ഇതോടൊപ്പം കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രത്തിലെ വൃശ്ചികോത്സവവും ആരംഭിക്കുകയാണ്. ജനത്തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിപ്പാത തുറന്നു നൽകുന്നത് ഏറെ പ്രയോജനപ്രദമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ശങ്കരമംഗലം ജംഗ്ഷനിലെ അടിപ്പാത തുറന്നു കൊടുക്കാത്തത് മൂലം വളരെയധികം യാത്രാക്ലേശമാണ് യാത്രക്കാരും വാഹനത്തിൽ വരുന്നവരും അനുഭവിക്കുന്നത്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള അടിപ്പാത എത്രയും വേഗം തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ അടിപ്പാത നേരത്തെ പോലീസ് സ്റ്റേഷന് വടക്കുവശത്ത് വന്ന് കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് വളരെ ദൂരം, അതായത് KMML-നെ അടിപ്പാതയിൽ കൂടെ കടന്നു വേണം കൊല്ലം ഭാഗത്തേക്ക് പോകാൻ. അപ്പോഴേ ഒരു വാഹനത്തിൽ കോഴിത്തോട്ടം ഭാഗത്തു നിന്ന് വരുന്ന ഒരു യാത്രക്കാരന് ഏകദേശം 1 കിലോമീറ്ററോളം ചുറ്റി KMML അടിപ്പാതയിലെത്തി വീണ്ടും 1 കിലോമീറ്റർ ചുറ്റി ശങ്കരമംഗലത്ത് വന്നെങ്കിൽ മാത്രമേ കൊല്ലത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രയും വേഗം ഈ അടിപ്പാത നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. എത്രയും വേഗം അടിപ്പാത തുറന്നു കൊടുത്ത് ഈ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാളെ മുതൽ കലോത്സവം ചവറ സബ് ജില്ലയുടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം ആരംഭിക്കുന്നുണ്ട്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് വിവിധ സ്കൂളുകളിൽ നിന്നും ഇവിടെ എത്തുന്നത്. അവർക്കും ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് എത്രയും വേഗം കഴിയുന്നത് ഇന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ അടിപ്പാത തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. ഉയരപ്പാത നിർമ്മാണം ഇരുവശത്തും പൂർത്തിയായിട്ടില്ല. സർവീസ് റോഡ് വഴിയാണ് ഇവിടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. കൊല്ലം കോവിൽത്തോട്ടം ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാരാണ് ഏറെ വലയുന്നത്. വൺ വേ ആയതിനാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് കോയിവിള റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 1 കിലോമീറ്റർ മുന്നോട്ട് പോയി ടൈറ്റാനിയം ജംഗ്ഷനിലെ അടിപ്പാത വഴി വീണ്ടും 1 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ശങ്കരമംഗലത്തെത്താൻ. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇത് ഒഴിവാക്കാൻ വൺ വേ തെറ്റിച്ച് മുന്നോട്ട് പോയി വലത്തോട്ട് തിരിയുന്നത് അപകടത്തിന് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടിപ്പാത തുറന്നു നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. കുണ്ടറ പെരുമ്പുഴയിൽ 3 പേർക്ക് വെട്ടേറ്റു. ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ 20ഓളം പേരടങ്ങുന്ന അക്രമി സംഘമാണ് യുവാക്കളെ വെട്ടിയത്. പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലായിരുന്നു ആക്രമണം. കുണ്ടറ പെരുമ്പുഴയിലാണ് 3 യുവാക്കൾക്ക് വെട്ടേറ്റത്. പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലെ 3 യുവാക്കൾക്കാണ് വെട്ടേറ്റത്. ആലുമൂട് തൊടിയിൽ പുത്തൻ വീട്ടിൽ 28കാരനായ ജോൺ, പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിലെ 36കാരനായ ഗോപകുമാർ, അനു ഏലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത്.
കഴിഞ്ഞ രാത്രി 10:30യോടെയായിരുന്നു സംഭവം. 2 ഓട്ടോറിക്ഷകളിലും 8 ബൈക്കുകളിലുമായി എത്തിയ 20ഓളം പേരടങ്ങുന്ന സംഘമാണ് ഉന്നതിയിൽ കയറി അതിക്രമം കാട്ടിയത്. പരിക്കേറ്റ യുവാക്കളെ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി കുണ്ടറ പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിൽ ഒളിവിലായിരുന്നയാൾ അറസ്റ്റിൽ. മൈനാഗപ്പള്ളി സ്വദേശിയെ നാഗാലാൻഡിൽ നിന്നുമാണ് ശൂരനാട് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മെയ് 28-ന് ചക്കുവള്ളിയിലെ ക്ലബിന് സമീപം യുവാക്കളെ മുളക് സ്പ്രേ മുഖത്തടിച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അക്രമി സംഘം പെട്രോൾ പമ്പിന് സമീപത്തും യുവാവിനെ ആക്രമിച്ചു. വേഷം മാറി നാഗാലാൻഡ് സ്വദേശിനിയായ യുവതിക്കൊപ്പം കഴിയുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ചക്കുവള്ളിയിൽ യുവാക്കളെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെയാണ് നാഗാലാൻഡിലെ ദിമാപൂരിൽ നിന്ന് ശൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശൂർനാട്, ശാസ്താംകോട്ട സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിൽ പ്രതിയായ വേങ്ങ റെയിൽവേ സ്റ്റേഷന് സമീപം ഗായത്രി ഭവനത്തിൽ ടാറ്റു അപ്പു എന്ന് വിളിക്കുന്ന ധനുഷിനെയാണ് പോലീസ് പിടികൂടിയത്. മെയ് 28-നായിരുന്നു സംഭവം. ചക്കുവള്ളിയിലെ പങ്കാളീസ് എന്ന ക്ലബിന് സമീപം ചക്കുവള്ളി സ്വദേശികളായ യുവാക്കളെ കാറിലും വാഹനങ്ങളിലുമായി സഞ്ചരിച്ചു വന്ന പ്രതികൾ കാറിടിച്ച് വീഴ്ത്താൻ ശ്രമിക്കുകയും ഒഴിഞ്ഞുമാറിയ യുവാക്കളെ മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് കമ്പിവടി കൊണ്ട് അടിച്ചും ബിയർ കുപ്പി ഉപയോഗിച്ച് തലക്കടിച്ചും ചുടുകട്ട എറിഞ്ഞു വീഴ്ത്തിയും മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് അക്രമി സംഘം പെട്രോൾ പമ്പിന് സമീപം മറ്റൊരു യുവാവിനെയും ക്രൂരമായി മർദ്ദിച്ചു. പ്രതികളിൽ ഭൂരിഭാഗം പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തെ തുടർന്ന് ധനുഷ് നാടുവിടുകയായിരുന്നു. നാഗാലാൻഡിലെ ദീമാപൂരിൽ ഇയാൾ ഉള്ളതായി സൂചനകൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു SI സതീശൻ, CPO അരുൺ ബാബു, മുഹമ്മദ് അനസ് എന്നിവരടങ്ങുന്ന സംഘം ദിമാപൂരിലേക്ക് പോയത്. ഇവർ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ ബാങ്ക് കോളനി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് നാഗാലാൻഡ് സ്വദേശിനിക്കൊപ്പം കഴിയുകയായിരുന്ന ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ 8 വേദികളിലായി അരങ്ങേറും. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. ഉപജില്ലയിലെ 74 സ്കൂളുകളിൽ നിന്നായി 4500ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. ചവറ ഉപജില്ലാ കലോത്സവം നവംബർ 11 മുതൽ 14 വരെ 8 വേദികളിലായി അരങ്ങേറും. ഉപജില്ലയിലെ 74 സ്കൂളുകളിലെ 4500ഓളം വിദ്യാർത്ഥികൾ കലോത്സവ ഇനങ്ങളിൽ പങ്കെടുക്കും. ചവറ ഗവൺമെന്റ് HSS ആണ് പ്രധാന വേദി. ഗവൺമെന്റ് ഗേൾസ് HS, കാമൻകുളങ്ങര ഗവൺമെന്റ് LPS, ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ, മിന്നാന്തോട്ടിൽ ക്ഷേത്ര ഓഡിറ്റോറിയം, ചവറ BRC, സെന്റ് ലിഗോറിയസ് LPS, SNDP ഹാൾ എന്നിവയാണ് മത്സരവേദികൾ. 11-ന് രാവിലെ 9-ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിക്കും. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീകല അധ്യക്ഷത വഹിക്കും. കോവൂർ കുഞ്ഞുമോൻ MLA മുഖ്യാതിഥിയാകും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ കലാദീപം തെളിയിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രധാന വെന്യൂ എന്ന് പറയുന്നത് ചവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം 5 സ്കൂളുകൾ കൂടിയുണ്ട്. ഗവൺമെൻറ് ഹൈസ്കൂൾ ചവറ, സെൻറ്റ് ലിഗോറിയസ് LP സ്കൂള്, കാമംകുളങ്ങര LP സ്കൂള്, അതുപോലെ തന്നെ ലൂർദുമാത കോവിൽത്തോട്ടം. ഇത്രയും സ്കൂളുകളാണ് നമ്മൾ വെന്യൂ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത്രയും സ്കൂളിൽ വെച്ച് 8 വേദികളായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ 14 കമ്മിറ്റികളെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഈ സബ് ജില്ലാ കലോത്സവത്തിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ 14 കമ്മിറ്റികളും ഏകദേശം എല്ലാ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ഇനിയുള്ളത് പിന്നെ ലാസ്റ്റ് ഉള്ള ഒരു കുറച്ച് ഒരുക്കങ്ങൾ മാത്രമാണ് ഇനിയും നടക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഉള്ള സഹകരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. പ്രധാനമായിട്ട് പ്രോഗ്രാം കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, റിസപ്ഷൻ കമ്മിറ്റി, അപ്പോൾ പിന്നെ റിസപ്ഷൻ കമ്മിറ്റി, രജിസ്ട്രേഷൻ കമ്മിറ്റി, അങ്ങനെ 14 കമ്മിറ്റികളാണുള്ളത്. അപ്പോൾ ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എല്ലാം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി പിന്നെ അതിൻ്റെ എല്ലാവിധ സഹായങ്ങളും നമുക്ക് ചെയ്തു തരും. അപ്പോൾ സാറ് പുതിയതായിട്ട് ഒന്ന് ജോയിൻ ചെയ്തതാണ്, ഇപ്പോൾ നിസാർ സാറ് അല്ലേ. അപ്പോൾ സാറിൻ്റെ സഹായങ്ങൾ ഉണ്ടാവണം. സാറ് പുതിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിൻ്റെ ഈ പ്രദേശം വലുതായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ വർണ്ണശബളമായ ഘോഷയാത്രയുണ്ട്. നാടൻ കലാരൂപങ്ങളും ബാൻഡും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ വർണ്ണശബളമായ ഘോഷയാത്ര നല്ലെഴുത്ത് മുക്കിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ സ്കൂളിൽ അവസാനിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സമാപന സമ്മേളനം 14-ന് NK പ്രേമചന്ദ്രൻ MB ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിക്കും. കൊടിക്കുന്നിൽ സുരേഷ് MB മുഖ്യാതിഥിയാകും. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത TK, ജനറൽ കൺവീനർ P. അർച്ചന,
എലിസബത്ത് ഉമ്മൻ, പബ്ലിസിറ്റി ചെയർമാൻ മല്ലയിൽ അബ്ദുൾ സമദ്, പ്രോഗ്രാം കൺവീനർ ഉണ്ണി ഇലവിനാൽ, പബ്ലിസിറ്റി കൺവീനർ രാജ്ലാൽ തോട്ടുവാൽ, അജന്ത അനൂപ്, ഷാനവാസ് ഇബ്രാഹിം, അശ്വതി എസ്, പ്രിൻസി റീന തോമസ്, SHO നിസാർ എന്നിവർ അറിയിച്ചു. ചവറയിൽ ചാർജ് എടുത്ത പുതിയ SHO ആണ്. എൻ്റെ പേര് നിസാർ എന്നാണ്. ഞാൻ കരുനാഗപ്പള്ളി മേഖലയിൽ ആദ്യമായിട്ടാണ് ചാർജ് എടുക്കുന്നത്. കൊല്ലത്ത് സിറ്റിയിലും ചാത്തന്നൂരിലൊക്കെ ഞാൻ 8 സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പരിചയക്കുറവുണ്ട്. ഞാൻ SIമാരും ഒക്കെ പുതുതായിട്ട് വന്നവരാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ ഓരോ കമ്മിറ്റിക്കാരും പറഞ്ഞതുപോലെ കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് നടന്നു പോയാൽ നമുക്ക് മറ്റ് ലാൻഡ് ഓർഡർ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പോലീസിൻ്റെ സാന്നിധ്യം എല്ലാ വേദികളിലും ഉണ്ടാകാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. പിന്നീട് ആ അണ്ടർ പാസേജ് തുറന്ന് കൊടുക്കണമെന്നാണ് ഒരു ആവശ്യം വന്നേക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ എല്ലാ 2 വീലറും കാറുകളും എല്ലാം അതുവഴി കടന്നു വരുമ്പോഴത്തേക്ക് അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. നിലവിൽ നമുക്ക് ആൾക്കാർ നടന്നു വരാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. വാഹനങ്ങളുടെ കടത്തിലുണ്ടെന്നാണ് അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ചവറ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാറിനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 2 വർഷത്തേക്കാണ് നിയമനം. വെള്ളിയാഴ്ച ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിലെ ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഹൈക്കോടതി പരാമർശം വന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയത്തിന് പുറത്തുനിന്നൊരാളെ പ്രസിഡന്റാക്കാനുള്ള തീരുമാനമെടുത്തത്. സ്വർണ്ണക്കൊള്ള വിവാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ K. ജയകുമാറിനെ പോലെ പരിചയസമ്പന്നനായ ഒരാൾ പ്രസിഡന്റാകുന്നത് ഗുണകരമാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നേരത്തെ വിലയിരുത്തിയിരുന്നു. 2009 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് ഭരണമാറ്റം മൂലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ഇല്ലാതെ വന്ന ഘട്ടത്തിൽ ജയകുമാർ ദേവസ്വം കമ്മീഷണറും ആക്ടിംഗ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാനും ശബരിമല സ്പെഷ്യൽ ഓഫീസറുമായിരുന്നു. ടൂറിസം സെക്രട്ടറി, മലയാളം സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങി നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. വന്ദേ ഭാരതിന്റെ എറണാകുളം ബംഗളൂരു സർവീസ് ഉദ്ഘാടന ചടങ്ങിലെ ഗണഗീത വിവാദത്തിൽ പ്രതികരണവുമായി BJP നേതാവ് കുമ്മനം രാജശേഖരൻ. കുട്ടികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണ്. അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ദേശീയതയാണ്. ഗുരുദേവനെയും മഹർഷി അരവിന്ദനെയും സ്വാമി വിവേകാനന്ദനെയും സ്തുതിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതെന്നും കുമ്മനം പറഞ്ഞു. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. അതിൽ നിഴലിച്ചു നിൽക്കുന്നത് ദേശഭക്തിയാണ്. വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനം ദിവസം ആദ്യത്തെ ട്രെയിനിൽ യാത്ര ചെയ്ത കുട്ടികൾ ദേശഭക്തി ഗാനം ആലപിച്ചു എന്നുള്ളത് മഹാ അപരാധമായി, ഏതോ ഒരു വലിയ രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ MA ബേബിയുമൊക്കെ വിലപിക്കുന്നത് കാണുമ്പോൾ അങ്ങേയറ്റം വാസ്തവത്തിൽ അവരോട് സഹതാപമാണുള്ളത്. കാരണം ദേശഭക്തി ഗാനം കുട്ടികൾ പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവർ പാടിയത് ദേശഭക്തി ഗാനങ്ങളാണ്. ആ പാട്ടിൻ്റെ ഓരോ വരിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മതവിദ്വേഷത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗീയതയുടെ വിധ്വംസക പ്രവണതയുടെ ഏതെങ്കിലും ഒരു അക്ഷരമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണമായും ദേശഭക്തി ചൊരിയുന്ന ഒരു ഗാനമാണ്. ആ ഗാനം RSSൻ്റെ ശാഖയിൽ പാടുന്നുണ്ടാവാം, പാടാതിരിക്കാം. അത് RSS തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എത്രയോ ഗാനങ്ങൾ RSSൻ്റെ ശാഖയിൽ പാടാറുണ്ട്. ദേശീയ ഗാനം പാടാറുണ്ട്, പൂന്താനത്തിൽ പാടാറുണ്ട്, ONV കുറുപ്പിൻ്റെ കവിതകൾ പാടാറുണ്ട്, ഗണഗീതമായിട്ടത് പാടാറുണ്ട്. ഗണഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പാടുന്ന സംഘഗാനമാണ്, ഒരുമിച്ച് കൂടുന്ന ഗ്രൂപ്പ് മ്യൂസിക്കാണ്, ഗ്രൂപ്പ് സോങ്ങാണ്. അതിൻ്റെ അകത്ത് എന്താണ് തെറ്റ്? ഗുരുദേവനെയും മഹർഷി അരവിന്ദനെയും വിവേകാനന്ദ സ്വാമിയെയും സ്തുതിക്കുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് മന്ത്രി V. ശിവൻകുട്ടി പറയുന്നത്. അങ്ങനെയെങ്കിൽ ശിവൻകുട്ടി എന്ന പേര് ഉച്ചരിക്കുന്നതും മതേതരത്വത്തിന് ഭീഷണിയാണോ എന്ന് മന്ത്രി വ്യക്തമാക്കണമെന്നും കുമ്മനം പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് മതവിദ്വേഷം ഉണ്ടാക്കുന്ന മതേതര സങ്കല്പത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തെ. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചും അരവിന്ദ മഹർഷിയെക്കുറിച്ചും ഭഗത് സിംഗിനെക്കുറിച്ചും അതുപോലെ മറ്റ് മഹാത്മാക്കളെക്കുറിച്ചും ഒക്കെ സ്തുതിക്കുന്നത് ദേശദ്രോഹമാണോ? ഒരു പേര് പറയുന്നതിൽ ആര് പാടുന്നു എന്നുള്ളത്, എന്ത് പാടുന്നു, എന്താണ് പാടുന്നത് എന്നുള്ളതല്ലേ വിഷയം. ആ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ശിവൻകുട്ടി എന്ന് പോലും എനിക്ക് വിളിക്കാൻ ഒക്കില്ല. കാരണം ശിവൻ എന്ന് പറയുന്ന ഈ നാട്ടിലെ കുറച്ച് ഹിന്ദുക്കൾ മാത്രം ആരാധിക്കുന്ന ഒരു ദേവ സ്വരൂപമാണ്. അതുകൊണ്ട് ശിവൻകുട്ടി എന്ന് എങ്ങനെ വിളിക്കാൻ പറ്റില്ല? അത് മതേതരത്തിന് വിരുദ്ധമാണെന്ന് പറയാൻ പറ്റും. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ജനങ്ങളോടൊരു വിശദീകരണം കൊടുക്കണം, ഒരു പരസ്യമായ സംവാദത്തിന് തയ്യാറാവണം.
വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയ വിവാദത്തോടായിരുന്നു കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ചവറ. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഊരുകൂട്ടം നടത്തി. അച്ഛൻകോവിൽ ഗിരിജൻ നഗറിലാണ് ഊരുകൂട്ടം നടത്തിയത്. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത്. അച്ഛൻകോവിൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത്. അച്ഛൻകോവിൽ ഗിരിജൻ നഗറിലായിരുന്നു ഊരുകൂട്ടം. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഷാനിഖാൻ AR ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എന്നതുപോലെ വളരെ താല്പര്യം കാണിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് കേരള പോലീസ്. നിങ്ങൾ വളർന്നു വലുതായി SPC-യിലൊക്കെ ചേർന്നുള്ള തോന്നുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വെയിറ്റേജ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് മാർക്ക് മതിയെന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് റിസർവേഷൻ കാറ്റഗറി വിടുന്നതുകൊണ്ട് വീണ്ടും നമുക്ക് അതിൻ്റെതായ ആനുകൂല്യം കിട്ടും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് മാത്രം ചെയ്താൽ മതി. നിങ്ങളൊന്ന് പഠിച്ച് 10ാം ക്ലാസ്സും +2 ഡിഗ്രിയൊക്കെ എടുക്കുക. അതിന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പ്രാപ്തരാക്കണം എന്ന് നമുക്ക് വനാന്തരങ്ങളിൽ പോയി പല വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവിതം നടത്തിക്കൊണ്ട് പോകാൻ പ്രയാസകരമാണ്. അതിനുള്ള യാതനകൾ എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ മനോഹരമുള്ള ഒരു ഏരിയയിൽ വളർന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാൻ പറ്റും വനത്തിൽ പോയിട്ട് വരുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുണ്ടാകുന്ന എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഉള്ള കാലവും നമുക്ക് അതുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസകരമാണ്. നമ്മൾ ആ ഒരു തലമുറയിൽ പെട്ടുപോയിട്ട് നമ്മളെ കുട്ടികളെ കൂടി അറിഞ്ഞുകൊണ്ട് പോകാതെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകി നിയമബോധം നൽകി ഉത്തമരായ പൗരന്മാരായി മാറുന്നതിന് അവരെ നമുക്ക് പ്രാപ്തരാക്കണം. അച്ഛൻകോവിൽ 2ാം വാർഡ് അംഗം സാനു ധർമ്മരാജ് അധ്യക്ഷത വഹിച്ചു. ഈ സേവനങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി സൂചിപ്പിച്ച് കഴിഞ്ഞു. ഓരോ മേഖലയിലും നമ്മൾ കൈവരിക്കേണ്ട നേട്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതി പ്രാപിക്കുന്നതിനുള്ള എല്ലാവിധമായ സഹായ സഹകരണങ്ങളുമാണ് നമ്മുടെ ഗവൺമെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ബഹുമാനപ്പെട്ട ഷാനിഖാൻ സാർ നമ്മുടെ ജില്ലയിൽ എത്തിയതിനു ശേഷം അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണപ്രദീപ് സാറാണ്. അച്ഛൻകോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. അരുൺകുമാർ വനനിയമത്തിലും എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ആരോമൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ബോധവൽക്കരണവും നടത്തി. സീമ സന്തോഷ് സ്വാഗതം പറഞ്ഞു. CDS ചെയർപേഴ്സൺ റസിയ, ആശാപ്രവർത്തക വസന്ത, KPOA സംസ്ഥാന കമ്മിറ്റി അംഗം സജു PL, ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബേബി ജോൺ, പാരാലീഗൽ വോളണ്ടിയർ മഞ്ജുഷ കുമാർ, SHO കൃഷ്ണകുമാർ, G. സിബിമോൾ, V. രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നെ ഒരു കാര്യം പറയാം, അതുപോലെ നമ്മുടെ ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠനം ഉപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ഇപ്പോൾ പോലീസ് പിന്നെ അവരുടെ ചെലവിൽ തന്നെ അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ഹോപ്പ് എന്ന പദ്ധതിയാണ്. അതിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്തരം കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കൃഷ്ണകുമാർ സാറുമായിട്ട് ബന്ധപ്പെട്ട മതി. അതിനുള്ള പഠനത്തിനുള്ള സേവനങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവിംഗ് പരിശീലനം അത്യാവശ്യം 1-2 പേർക്ക് മാത്രമേ ഇതിനകത്ത് നമുക്ക് അതിനുള്ള ഫണ്ടുള്ളൂ. അതുപോലെ ആധാറിന്റെ. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലം ചെങ്കോട്ട വഴി മഹാരാഷ്ട്രയിലേക്ക് ട്രെയിൻ. ഹുസൂർ സാഹിബ് നന്ദേഡ് കൊല്ലം ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് റെയിൽവേ അനുവദിച്ച ട്രെയിനുകൾ മുഴുവനും കോട്ടയം വഴിയായിരുന്നു. തമിഴ്നാട്ടിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കു കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ മധുര പുനലൂർ വഴി ശബരിമല സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP റെയിൽവേ മന്ത്രാലയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് റെയിൽവേ അനുവദിച്ച ട്രെയിനുകൾ മുഴുവനും കോട്ടയം വഴിയായിരുന്നു. തമിഴ്നാട്ടിലെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ മധുരൈ പുനലൂർ വഴി ശബരിമല സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് കൊല്ലം ചെങ്കോട്ട വഴി മഹാരാഷ്ട്രയിലേക്ക് ട്രെയിൻ അനുവദിച്ചത്. ഹുസൂർ സാഹിബ് നന്ദേഡ് കൊല്ലം ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത്. ആവണീശ്വരം, കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് വേണമെന്നുള്ള ആവശ്യം റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ടം ഡിസംബർ 9-ന്, 2ാം ഘട്ടം ഡിസംബർ 11-ന്, വോട്ടെണ്ണൽ ഡിസംബർ 13-ന്.
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. 2 വർഷത്തേക്കാണ് നിയമനം. വെള്ളിയാഴ്ച ഉത്തരവ് പ്രാബല്യത്തിൽ വരും. കുണ്ടറ പെരുമ്പുഴയിൽ 3 പേർക്ക് വെട്ടേറ്റു. പെരുമ്പുഴ സെറ്റിൽമെന്റ് ഉന്നതിയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു ആക്രമണം. ഓട്ടോറിക്ഷയിലും ബൈക്കുകളിലുമായി എത്തിയ അക്രമി സംഘമാണ് യുവാക്കളെ വെട്ടിയത്. കൊല്ലം ചെങ്കോട്ട വഴി മഹാരാഷ്ട്രയിലേക്ക് ട്രെയിൻ. ഹുസൂർ സാഹിബ് നന്ദേഡ് കൊല്ലം ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചത്. തമിഴ്നാട്ടിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പ്രയോജനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.